എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അത് ഇത്ര ഫേക്കായിട്ടുള്ള ഒരാളാണോ? എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറയുന്ന കള്ളങ്ങളും കള്ളം പറയുന്ന ആളെയും ഇതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനത് തീർക്കാം. എന്നെ തല്ലിയ പ്രശ്നം തീരും. അവിടെ നിന്ന് ഇത് എങ്ങോട്ടാണ് പോണത്? അതോ ഇവന്മാർ വരെ നന്ദുവിനേക്കാൾ ഓപ്പണായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. ഇത് പറഞ്ഞാലും എന്തിനാ എന്തെങ്കിലുമൊക്കെ മറയ്ക്കുന്നത്? ഇപ്പം ഇവരുടെ മുന്നിൽ ഇൻസൾട്ട് ആവേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? അടിക്കാതെ തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെന്ന് അവർ പറയുന്നുള്ളൂ. പിന്നെ നന്ദുവിന് എന്താണ് ഇത്ര വാശി? എന്താണ് അവർ പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് പറ. എനിക്കത് നിന്റെ അടുത്ത് പറയാൻ പറ്റില്ല. നന്ദു, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് റിലേഷൻ മുന്നോട്ട് കൊണ്ടുവന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇയാൾ എൻ്റെ അടുത്ത് പറയുന്നതും കാണിക്കുന്നതും ഒക്കെ എനിക്ക് ഫേക്കായിട്ടാണ് തോന്നുന്നത്. നിനക്കറിയാലോ, കല്യാണ ദിവസമാണ് അവന്മാർ എന്നെ റോട്ടിലിട്ട് തല്ലിയത്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിതല്ല ചോദിക്കുന്നത്. എന്നിട്ട് നീ പറഞ്ഞിട്ടാണ് ഞാൻ അവന്മാരെ കാണാൻ പോയതല്ല. കാല് പിടിച്ച് മാപ്പ് പറയാം. എന്നിട്ട് അവരെല്ലാവരും കൂടി അവിടെ ചേട്ടൻ ഇൻസൾട്ട് ചെയ്തു. ഒന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയാതെ അവന്മാരെന്താ പറഞ്ഞെന്നാ നന്ദു ഞാൻ ചോദിക്കുന്നത്. നന്ദു, ഇത് നമുക്ക് തീർക്കണ്ടേ? ഇത് എത്രയെന്നും പറഞ്ഞാണ് നന്ദു എനിക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് മിണ്ടാണ്ട് നിൽക്കാണ്ട് ഇത് എങ്ങനെയാ തീർക്കണ്ടേ? കൂട്ടി കൊടുക്കണം. എന്താ? നിന്നൊരാൾ നോക്കുന്ന പോലെ എനിക്ക് സഹിക്കില്ല. എൻ്റെ ഭാര്യനെ കൊടുത്ത് അപ്പോൾ കോംപ്രമൈസ് ഉണ്ട്. അപ്പോൾ കോംപ്രമൈസ് ഉണ്ട്. ഞാൻ കൂടെ കിടന്ന തീരാവുന്ന പ്രശ്നം മാത്രമേ നിങ്ങൾക്കുള്ളൂ അല്ലേ ചേട്ടാ? ഞാനൊന്ന് കൂടെ കിടന്ന തീരാവുന്ന പ്രശ്നം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതുള്ളെങ്കിൽ ഞാൻ കിടക്കാം. പക്ഷെ ഇവന്റെ ഉന്നയിച്ചു പറ്റില്ല. കാര്യം പറയാ. നീ ഇങ്ങോട്ട് വന്നേടാ, ഞാൻ പറയാന്ന്. നീ ആവശ്യത്തെ പരിപാടി ഒറ്റ വെക്കല്ലേ. ഞാൻ ഒന്ന് പറയട്ടെ. നീ അവിടെ കൂട്ടി തരുന്നാണോ ചോദിച്ചേ? എടാ അതിൽ നമ്പർ ഇറക്കിയതല്ലേ. നീ തീറിയാ പറഞ്ഞു പറഞ്ഞിട്ട്. എടാ ഞാനൊരു കളി കളിച്ചോട്ടെടാ. ഞാൻ പറഞ്ഞേക്ക് വാ പോവാന്ന്. നീ എടാ അവനൊരു പോങ്ങനാന്ന് എനിക്കറിയില്ലേ. ബാക്കി ഞാൻ ഏറ്റു. നീ ഞാൻ പറഞ്ഞ കേക്ക്. നീ ചെല്ലടാ. ഞാൻ വരാന്ന്. എടാ അവള് ഒരു ഷോ ആടാ. തീർത്തിട്ട് വരാന്ന്. നീ ചെല്ല്. പോടാ ചെല്ല്. AC ഓ നിങ്ങളെന്തേ നോക്കുന്നത്? ഏയ്
ആ ഡോർ ലോക്ക് ചെയ്തേക്കും. എന്താ എന്താ വാതിലടയ്ക്കണ്ടേ? ആ ഡോർ കറക്റ്റ്. ഡോർ അടയ്ക്കാം. അത് പിന്നെ എനിക്ക് ശരിക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് നമുക്കെന്നാ ഇരുന്ന് സംസാരിക്കാല്ലേ? എന്താണ് ശരിക്കും പേര്? എന്താണ്? ചേട്ടനത് ആരെയാ നോക്കുന്നത്? എൻ്റെ കൂടെ അല്ലേ കിടക്കണ്ടേ? അങ്ങനല്ല. പിന്നെ ഞാൻ തൊട്ടട്ടെ? തൊട്ടെ. ഇവനെന്താണ് ഇവിടെ? നീ എന്താണ് ഇവിടെ? കക്കൂസിലിരിക്കരുതാ? എടാ ഞങ്ങൾ ഈ പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. ചെല്ല്. അല്ല, അപ്പൊ ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ? എന്താന്ന്? നിങ്ങൾ ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേന്ന്? ആ, നിന്നെ തല്ലാതെ പ്രശ്നം തീർക്കാൻ പറ്റുമോ നോക്കട്ടെ ഞങ്ങള്. ചെല്ല്. ഇറങ്ങിപ്പോടാ. നന്ദു എങ്ങോട്ടും പോകുന്നില്ല. ഏ നന്ദു ഇവിടെ നിന്നോട്ടെ. ഇല്ല. നന്ദു സഹരിച്ചു. ചേട്ടൻ വാ, പ്രശ്നം തീർന്നു. അതൊന്നും നടക്കില്ല. അത് തീർക്കണ്ടേ? അത് നമുക്ക് തീർത്താ പോരെ. നമുക്കിടയിൽ ഇവനെന്തിനാ? ഇവന്റെ മുന്നിൽ വെച്ചൊന്നും പറ്റില്ല. നിനക്ക് എൻ്റെ മുന്നിലിട്ടല്ലേ എൻ്റെ ഭർത്താവിനെ തല്ലണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എൻ്റെ ഭർത്താവിൻ്റെ മുന്നിലിട്ട് എന്താണോ ചെയ്യാൻ പറ്റണം നീ അത് ചെയ്താൽ മതി. നന്ദു അങ്ങോട്ട് മാറിയേക്ക്. നിന്നെ നാണോ? എന്താടാ കൂടെ കിടക്കണ്ടേ? എടി എടി എടാ സജീവ, എടി എന്താടാ ചൊറിയണ്ട? ആളെ വിളിച്ച് കയറ്റിട്ട് നീ എന്താണെന്ന് നീ എന്തിനാണ് ചിരിക്കണ്? വെറുതെ ആളെക്കളിയൊക്കെ സീൻ മാറുവേ. സജീവ സീനാണേ. സീനൊക്കെ അല്ലെങ്കിൽ മാറും. നീ വാടാ. എടി എടി എനിക്ക് നിന്നെ വേണ്ടേ? ആ നിനക്ക് പിന്നെ എന്താ വേണ്ടേ? എനിക്ക് നിന്റെ മുമ്പിലിട്ട് ഇവനായിട്ട് ചാമതി. എടാ സജീവ, നീ ആണാണെങ്കിൽ പാടാ, ഇവിടെ തീർക്കാടാ. എന്ത് വർത്താനാടാ ഈ പറയുന്നത്? നീ എന്താണ് ഈ മാറ്റി മാറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ വാ, നീ ഒന്ന് തൊട്ട് നോക്കടാ. എടി 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 എന്താടാ കുറെ നേരമായല്ലോ എടി എടി എടിന്ന്. ഈ ഡയലോഗ് മാറ്റി പറയടാ. പെണ്ണെന്ന് പറഞ്ഞാൽ കൂടെ കിടക്കാൻ മാത്രമേ ഉള്ളൂ. ആരാടാ നിനക്ക് പഠിപ്പിച്ചെന്ന്? എന്റെ തള്ളേ. എടി ഒരു പെണ്ണ് തിരിഞ്ഞു ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളടാ നിന്റെ ആണത്തം കേട്ടാ. നിർത്തടി നിന്റെ ഡയലോഗടി. ഡാ ഒന്ന് സ്നേഹത്തോടൊക്കെ ഒന്ന് പറയടാ. എൻ്റെ ഭാര്യയാണത്. ഡയലോഗടിയൊക്കെ അല്ലെങ്കിൽ നിർത്തിയടാ. കത്തിക്ക് ആണും പെണ്ണൊന്നുമില്ല. നീ വാടാ. പോയി കെടുക്ക്. എടാ സജീവ, നീ വിളിച്ചിട്ട് അവിടെ വന്നേക്കണ, എന്നിട്ട് ഒരു മണി ഊള പരിപാടി കാണിക്കരുത്. നാണൻറാ. ആണുങ്ങളെ പോലെ നേർക്ക് വേടാ. എന്നാ ആണുങ്ങളെ പോലെ അത് നീ വാടാ. ആണട്ടെ. ചെല്ലടാ, നിനക്കല്ലേ കൂടെ കിടക്കേണ്ടത്. എടാ എത്ര തവണ പറയണോ എനിക്ക് ഈ ഫെമിനിസ്റ്റ് വേണ്ടടാ. എടാ പട്ടേ, നിന്റെ പട്ടിഷ് നിർത്തണം. നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയ ലോക്കിലേക്കാണ് നമ്മൾ ഇതിനെ വിളിച്ച് കയറ്റിയിരിക്കണം. നിനക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല.
ഇവിടെ തീർക്കാം. ഞാൻ പോകോളാം. കോംപ്രമൈസ്. തീർക്കണല്ലേ? ആ എന്റെ മുന്നിൽ വെച്ച് എന്റെ പെണ്ണിനെയും കയറി പിടിച്ച് ഈ മുറി വിട്ട് പുറത്തു വന്ന് വിചാരിച്ച? എടാ അതല്ലടാ, പ്രാന്താ പറഞ്ഞു. എന്ത് പറഞ്ഞു? കോംപ്രമൈസ്. ഞാൻ പോകോളാം. ഞാൻ പോകോളാം. ഓക്കെ. കോംപ്രമൈസ് അല്ലേ? എന്റെ ഭാര്യനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞ് വൃത്തികേട്ടനെ. ഇവള് എന്റെ ഭാര്യ എന്റെ മുന്നിലിട്ട് നിന്റെ ചെവിക്കല്ല് നോക്കുകയെന്ന് അങ്ങോട്ട് തരും. ആ അടിയും വാങ്ങി പോവാൻ പറ്റുകയാണെങ്കിൽ നീ പോയിക്കോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നം തീർക്കണ്ട. ഞങ്ങളിത് ഒരുമിച്ച് ഫേസ് ചെയ്യും. 3-4 ദിവസമായിട്ട് തുടങ്ങിയിട്ട്. വേണ്ട സജീവ, വേണ്ട. ലെറ്റ്സ് ഡു ഇറ്റ്. വേണ്ട ചേച്ചി, വേണ്ട. കത്തി വേണ്ട ചേച്ചി. കം ഓൺ, ഡു ഇറ്റ്. സജീവേ, നീയാണ് തുടങ്ങിയത്. സജീവേ, ചേച്ചി വേണ്ട. ചേച്ചി പറ. വേണ്ട. ഊരി പോവാൻ നോക്കട പട്ടറ. എടാ സജീവ, ഞാൻ പോക്കളാ. പക്ഷെ ഇതുണ്ടല്ല, ഒരുമാതിരി പെണ്ണുങ്ങളുടെ രീതിയായി പോയി. അതേടാ പെണ്ണുങ്ങളുടെ രീതി. അതിനെന്താടാ കുഴപ്പം? നീ പോയിട്ടേ മുള്ളിയിട്ട് കിടക്കാൻ നോക്ക്. എന്തോ പൊക്കോട്ടെ. നീ പോടാ. നിനക്ക് സജീവനെ മനസ്സിലായില്ലടാ. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. നീ ഇത് എവിടെ നിന്ന് കത്തിയെടുത്തു വെച്ചു? ഇതാ ഫ്രൂട്ട്സ് വെട്ടുന്ന കത്തി. നീ എടുത്തു വെച്ചൊക്കെയായിരുന്നല്ലേ? ഞാൻ നോക്കിയപ്പോ കാണാം. നന്ദുവിന് എന്തിനായിരുന്നു കത്തി? നിനക്കെന്തിനായിരുന്നു കത്തി? അല്ല, നന്ദുവിന് എന്തിനായിരുന്നു കത്തി? നീ എങ്ങാനും എടുത്ത് കുത്തിയാലോ എന്ന് പേടിച്ചിട്ട് മാറ്റി വെക്കാന്ന് ഇവനെ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇവനൊക്കെ നല്ല ഡയലോഗ് മതി. പക്ഷെ ഒരു ആവശ്യം വന്നെങ്കിൽ ഞാൻ കുത്തിയേനെ. ആവശ്യം വന്നെങ്കിൽ കുത്തിയേനെ. ഒന്ന് കുത്തിയേ. ഞാൻ കുത്തി. ഞാൻ അടുത്ത് കളിക്കല്ലേ? കളിക്കാതെ. Come on. Come on. Let's do